സർജറി ചെയ്യേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ സ്ഥലം പട്ടാഴിയാണ്, കൊല്ലം ജില്ലയിലാണ്. ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. എത്ര കാലം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം ആദ്യമേയൊക്കെ ബ്ലഡ് വരുന്നൊരു സംഭവമായിരുന്നത്. ഞാനത് കാര്യമാക്കിയില്ല. അതിനുശേഷം പിന്നാണ് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയത്. അതായത് ബാത്റൂമിൽ പോകുന്നതായാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെയാണ് ഇത് ആരംഭം കുറിക്കുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടിച്ച സിംപ്റ്റം എന്തായിരുന്നു? ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ബാത്റൂമിൽ പോകുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അനുഭവപ്പെട്ടത്. അതായത് ഫുഡ് കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണമെന്നൊരു ടെൻഡൻസി വരിക, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ എന്നെ ബാധിച്ചത് എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള എൻ്റെ ജോലിയിലായിരുന്നു. ജോലി, അതേപോലെ തന്നെ ഉറക്കം, പിന്നെ യാത്ര, ഇതൊക്കെ എങ്ങനെയായിരുന്നു? ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ, വെഡ്ഡിങ് വർക്കുകൾ ആയതുകൊണ്ട് തന്നെ രാവിലെ പോകേണ്ട ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം ഒരു സമയത്ത് പേടിയായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് വർക്കിന് ഇറങ്ങുക എന്നുള്ളത്. കാര്യം ഫുഡ് കഴിച്ചാൽ ഉടനെ ഗ്യാസ് കയറുക, ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരിക, എന്നാൽ വെറുതെ പോവുക, തിരിച്ചു വരിക. ഉറക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പറ്റത്തില്ല എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല എന്നൊരവസ്ഥയാണ്. കാരണം നമ്മൾ വെളിയിൽ നിന്നുള്ള ഫുഡെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത്. ബാത്റൂമിൽ പോയിരുന്നു കഴിഞ്ഞാൽ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെയാണ് ബാത്റൂമിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നത്. തന്നെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ബ്ലഡ് വരുന്നത് ഉൾപ്പെടെ ഒരു ബഡ്ജിങ് ആയിട്ടൊരു സാധനം പുറത്തേക്ക് വന്നു തുടങ്ങി. അതായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. പിന്നെ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായി വിട്ടു വന്നു. നമ്മൾ കൈകൊണ്ട് തെള്ളി അകത്തേക്ക് വിട്ടാൽ മാത്രം പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ തന്നെ എന്നെ ബാധിക്കുകയുണ്ടായി. ആദ്യമൊക്കെ മറ്റുള്ളവരോട് പറയാൻ ഒരു മടിയായിരുന്നു. എന്നാൽ പിന്നീട് സിറ്റുവേഷൻ വളരെ മോശമായി വന്നപ്പോൾ ലാസ്റ്റ് സാഹചര്യങ്ങളിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത്. അവർ ഏറ്റവും കൂടുതൽ സജഷൻ ചെയ്തത് ആയുർവേദം നോക്കാനാണ്, സർജറി ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു അവർ പറഞ്ഞത്. ഇടയ്ക്ക് ബ്ലഡ് വരുമായിരുന്നു, ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിൽ പോകുമ്പോൾ ചെറിയൊരു ബഡ്ജിങ് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അത് നമ്മൾ തിരിച്ച് കൈകൊണ്ട് തെള്ളി വിട്ടാൽ അത് തിരിച്ച് കയറി പോവും എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് എനിക്കിത് വളരെ രൂക്ഷമായിട്ട് പുറത്തേക്ക് വന്നത്. ബാത്റൂമിൽ പോവുകയും ബഡ്ജ് ചെയ്ത സാധനം നല്ല രീതിയിൽ പുറത്തേക്ക് വരികയും ചെയ്തു. എനിക്ക് നിൽക്കാനോ കിടക്കാനോ ഇരിക്കാനോ ഒക്കാത്തൊരവസ്ഥയാണ് അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണുകയും ഡോക്ടറാണ് ബഡ്ജ് ചെയ്ത സാധനം അകത്തേക്ക് പിടിച്ചിടുകയും പിന്നെ സർജറിയുടെ കാര്യങ്ങളാണ് പിന്നെ സംസാരിച്ചത്. കാര്യം 4th സ്റ്റേജ് ആയതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട, സർജറി ചെയ്ത് കളയാമെന്നാണ് ഡോക്ടർ അന്ന് അവിടെ പറഞ്ഞത്. പക്ഷേ സർജറി എനിക്ക് പേടിയായതുകൊണ്ടും മറ്റുള്ളവർ പറഞ്ഞൊരു അറിവ് വെച്ചും ഞാൻ സർജറിയോട് മുൻപോട്ട് പോകാൻ തീരുമാനിച്ചില്ല. സർജറി ചെയ്യണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയും തിരിച്ച് വീട്ടിൽ പോരുകയുമായിരുന്നു. എന്നാൽ ഒരാഴ്ചത്തോളം ഞാൻ മരുന്ന് കഴിക്കുകയുണ്ടായി. അതിൽ കുറവ് കാണിച്ചെങ്കിലും പിന്നീട് ഞാൻ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ വഴി ആണ് ആയുഷ് ഷുവർ റിലീവിനെ കുറിച്ച് അറിയുന്നത്. അന്ന് രാത്രി തന്നെ, അതായത് എനിക്ക് തോന്നുന്നു മെയ് 16 രാത്രി തന്നെ ഇൻസ്റ്റാഗ്രാം വഴി വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയായിരുന്നു. ഉടൻ തന്നെ എനിക്ക് റിപ്ലൈ തരികയും പിറ്റേന്ന് ഡോക്ടർ വന്ദന മാമാണ് എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും ചോദിച്ചറിയുകയും അതിനുശേഷം മെഡിസിനെ കുറിച്ചും എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയും, അങ്ങനെ ഞാൻ ഉടൻ തന്നെ മരുന്ന് ബുക്ക് ചെയ്യുകയും ചെയ്തു. മരുന്ന് വന്ന ഉടനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ ചെയ്യണമെന്നുള്ളതും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് മാം പറഞ്ഞു തന്നിരുന്നു. മരുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് പഴയതുപോലെ ബാത്റൂമിൽ പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ബാത്റൂമിൽ പോകുന്നത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ പോയി തുടങ്ങി. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ തന്നെ കഴിച്ചുകൊണ്ട് തന്നെയാണ് മരുന്ന് കണ്ടിന്യൂസ് ചെയ്തത്. 27 ദിവസം വരെയാണ് ആദ്യത്തെ ഒരു പീരീഡ് പറഞ്ഞിരുന്നത്. 27 ദിവസം വരെ മരുന്ന് കഴിച്ചിട്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെടുക. ആ മരുന്ന് നമ്മൾ തിരിച്ച് റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യാം എന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പല മാറ്റങ്ങളാണ് എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചത്.
ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ടോയ്ലറ്റിൽ പോകുന്നൊരു ബുദ്ധിമുട്ട്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറുകയുണ്ടായി. 7 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടറുമായി ബന്ധപ്പെടുകയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി ഡോക്ടർ ചോദിച്ചറിയുകയും ഇതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് മരുന്ന് കഴിച്ചപ്പോൾ 2 ദിവസം വയറിന് ചെറിയൊരു വേദന ഉണ്ടാവുകയും ആ കാര്യങ്ങളെല്ലാം ഡോക്ടറും സംസാരിക്കുകയും അതിന് പ്രത്യേകതരം ഒരു പൊടി തരികയും അത് കഴിക്കുകയും ചെയ്തതിന് ശേഷം ആ കുഴപ്പങ്ങളൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ 54 ദിവസം കണ്ടിന്യൂസ് ഞാൻ മരുന്ന് കഴിക്കുകയും ആ കോഴ്സ് പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടു, കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല, വളരെ സന്തോഷമായിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഡെയിലി ലൈഫ് വളരെ സ്മൂത്തായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നു. താങ്ക് യു ആയുഷ്. താങ്ക് യു ഡോക്ടർ വന്ദന. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരംഭത്തിൽ തന്നെ പൈൽസ് എന്ന അസുഖത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ബ്ലഡ് വരിക, മലദ്വാരത്തിൻ്റെ അവിടെ ചെറിയ ചൊറിച്ചിൽ വരിക, ചെറിയ ബഡ്ജിങ് കാണിക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിലീവ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. റിലീവ ഒരു മരുന്നായി കണക്കാക്കേണ്ട, ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈൽസ് എന്ന രോഗത്തെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അതിനായി ആയുഷുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ രോഗം എന്താണെന്നുള്ളത് നിങ്ങൾ വിശദമായി അവരെ അറിയിക്കുക. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുഷുമായി ബന്ധപ്പെടുക. ഈ ഒരു മെഡിസിൻ കഴിച്ചതിന് ശേഷം യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ മറ്റു കാര്യങ്ങളോ എനിക്ക് ഉണ്ടായിരുന്നില്ല.